ഒരുത്തിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കല്ലേ. ഉള്ള കാര്യം പറയണം മേര്. എനിക്ക് അനുഭവം ഉള്ളതാണ്. ഞാൻ നഷ്ടപ്പെടാൻ നമുക്കൊന്നും ഇല്ലേ, നീ വാ. പാവപ്പെട്ട വല്ലതും പോയി നോക്കട്ടെ, അപ്പോൾ അറിയാം അവൻ്റെയൊക്കെ തനി സ്വഭാവങ്ങൾ. സ്വാമി വിവേകാനന്ദൻ പണ്ട് ചീത്ത വിളിച്ചിട്ടല്ലേ പോയത്. ഇതൊരു ഭ്രാന്താലയാണെന്നും പാവി എല്ലുന്നിടം പാതാളം. നിനക്ക് 7.5 ശനിയാണെന്നുള്ള കാര്യം ഉറപ്പായേ. ഇവിടെ ഇപ്പോഴും മറ്റതും മറിച്ചതും ഒക്കെ നിലനിൽപ്പുണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞത് നേരാ. മലയാളികളുടെ കൂട്ടത്തിൽ ചെറ്റകളുമുണ്ട്. അങ്ങനെയുള്ള 2 ചെറ്റകൾ കാരണമാണ് ഞങ്ങൾ ഇന്നേക്കെതിരായത്. അയ്യോ, എന്തേ അയക്കോ? ഓ മറ്റേ സാറിന് അവന്മാരെ അറിയാമോ? അറിയാമെന്നോ? കൊള്ളാം. അയക്ക ഓമ്പിയല്ലേ എടാ. മഹത് പ്രതിഭകൾ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സത്യം പറയാമല്ലോ. അതായത് ശ്രീ നാരായണ ഗുരുദേവൻ, ശ്രീ ചട്ടമ്പി സ്വാമികൾ, നിന്നെ പോലുള്ള ചെറ്റ മലയാളികൾ കാരണം ഭരതന്മാര് വിചാരിച്ചിട്ട് നടക്കാത്തതാണ് ഈ ഇതാക്കാൻ പോയത്. മോഞ്ചിയ ഒരു അരിപ്രാവുകാരൻ വന്നിരിക്കുന്നു. അല്ല, ഇവന്മാരെല്ലാം ഇങ്ങനെ എന്നടാ ഈ ജാതി നേതാക്കന്മാരെന്ന് പറയണില്ലേ, പരമ ചെറ്റകളാണ്. ഒരുത്തിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കല്ലേ. അപ്പ കാണുമ്പോ എപ്പ അപ്പ എന്ന് വിളിച്ചെന്ന് കേട്ടാ മതി. അയ്യോ അയ്യോ, അപ്പൊ അങ്ങനെ അത് മൂഞ്ചി. താനിന്ന താനന്ദ തെന്നിന്നോ